വെട്ടമില്ലാത്ത ഫോണിൽ ചാർജ് കുറവാണ് കേട്ടോ. അതാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാവേ. സ്റ്റൗ കത്തിച്ച് അപ്പം ഞാൻ ഇഡലിക്കൂട്ടത്തിലാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇഡലിക്കൂട്ടം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് മാവ് ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. മാവൊന്ന് കുഴച്ചുകൊണ്ട് വരാം. അപ്പം നമ്മൾ ഇന്ന് ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ മാവൊന്ന് ചൂടാക്കുക കേട്ടോ. ഇന്ന് ഞായറാഴ്ചയല്ലേ. അപ്പം രാവിലെ വിചാരിച്ച് ഗോതമ്പ് പുട്ടുണ്ടാക്കാം. അത് നമ്മൾ പുട്ടുകുറ്റിയിലല്ലേ, ഇഡലിക്കൂട്ടത്തിൽ ആവി കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. എന്നും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടല്ല. വീഡിയോ ദിവസം സമയമുള്ളതിനനുസരിച്ച് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്. എന്നാലല്ലേ നമുക്ക് വല്ലതൊക്കെ കിട്ടത്തുള്ളൂ. നേരത്തെ ഞാൻ വീഡിയോ ഇടുന്നതൊന്നും കിട്ടാൻ വേണ്ടിയൊന്നും അല്ലായിരുന്നു. ഇപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട് വല്ലതൊക്കെ കിട്ടണം. അത് ഒരു കാരണമുണ്ട്. എനിക്കൊരു വീടില്ല, ഒരു വീടുണ്ടാക്കണം. പ്രധാനമായിട്ട് അതാണ് എൻ്റെ ലക്ഷ്യം. വലിയ വരുമാനമൊന്നും വേണ്ട, ചെറിയ ഒരെണ്ണം മതി. നമുക്കുള്ളതിൽ ചെറിയ ലോൺ എടുത്തായാലും അതാണുള്ളൊരു വരുമാനം. എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, അതിൽ നിന്ന് എനിക്ക് ഒക്കത്തില്ല. എനിക്കത് ആ ജോലി എന്ന് പറയുന്നത് തന്നെ എൻ്റെ സ്ത്രീയുടെ ജോലിയല്ല. എനിക്ക് സർക്കാർ ഒരു ശമ്പളം തരുന്നു, തുച്ഛമായൊരു ശമ്പളം തരുന്നു. അപ്പോൾ ചൂടായിട്ടുണ്ട്, മാവ് ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. അടിയൊക്കെ പിടിച്ചു, കുഴപ്പമില്ല. അപ്പം നമുക്ക് അടി പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മാവൊന്ന് മാറ്റി വെക്കട്ടെ. ചോറിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ള ചോറ്. തണുത്ത ഫ്രിഡ്ജിൽ വെച്ച ചോറാണ് കേട്ടോ. എന്നിട്ടിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി കൊടുക്കും. നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയിട്ട് വരാം. അപ്പം പുട്ടിന് ചേർക്കാനുള്ള തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതാണ്. നല്ല പരുവത്തിന് ഇട്ടുണ്ട്. നമുക്കത് ഇതിനകത്തോട്ട് തേങ്ങ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെട്ടം കുറവാണ്. ഉപ്പ് ചേർത്തായിരുന്നു, അത് പറയാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഉപ്പ് ചേർക്കാതെ പുട്ടുണ്ടാക്കാക്കത്തില്ലല്ലോ. ഉപ്പ് ചേർത്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വീടാണ് എൻ്റെ ഇപ്പോഴത്തെ സ്വപ്നം. അത് എനിക്ക് വീട് വെക്കണം, എനിക്ക് വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്കുണ്ടാകണം. അപ്പം ഞാൻ വീഡിയോ ഇട്ട് മുമ്പോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ കേൾക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ. പിന്നെ എനിക്ക് വെളിയിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ ചമ്മലുണ്ട്. അതുകൊണ്ട് വീട്ടിലാകുമ്പോൾ നമുക്ക് എന്തും പറയാമല്ലോ, ആരും ഇല്ലല്ലോ. നമുക്കിനി ഇത് വാഴയിലേക്കകത്താണ് വെക്കുന്നത്. വാഴയില എടുത്തുകൊണ്ട് വരാം. നമ്മുടെ ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വാഴയില ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് നമുക്ക് മാവിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് പുട്ടും പഴമാണ്. കാത്തൂനെ ആദ്യം ഞാൻ പഴം മേടിക്കാൻ കടയിൽ വിട്ടിട്ടുണ്ട്. നമുക്ക് മാവിട്ട് കൊടുക്കാം. മാവ് കുറേച്ച് കോരി അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. വെട്ടം കുറവാണ്, ഫോണിന് ചാർജും കുറവാണ്. ചാർജ് ആകുന്നില്ല ഫോണിൽ. കുറച്ച് ദിവസം കൊണ്ട് മനസ്സിനൊക്കെ ഭയങ്കര വിഷമമാണ്, വീട്ടിലവസ്ഥയും പിന്നെ നമ്മളെ ചില നോവിക്കുന്ന വാക്കുകളും ഒക്കെയാണ്. സാരമില്ല, എന്നാലും ഇതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരും. അങ്ങനെ നമ്മുടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഒരു ഇലയിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഈ വാഴയിൽ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ലേ, മണവും ടേസ്റ്റും ഒക്കെ. അതുകൊണ്ടാണ് വെക്കുന്നത്. അപ്പം കാത്തൂനെ ആദ്യം അച്ഛനെ എങ്ങാണ്ട് പാമ്പ് വിളിച്ചിട്ടുണ്ട്, അവർ പോവും തോന്നുന്നു. അടച്ചിട്ട് നമുക്കിനി അതിൻ്റെ അടപ്പെടുത്ത് വെച്ചൊന്ന് അടയ്ക്കാം. കുഞ്ഞിഡലി കൂട്ടാം കേട്ടോ. നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ അടപ്പെടുത്ത് അടച്ച് ഇത് ടൈറ്റ് ആകത്തില്ല കേട്ടോ. തന്നു ഇല വെച്ചോണ്ടല്ല, നേരത്തെ ഇത് ടൈറ്റ് ആകുന്നില്ല, ഇത് ഇങ്ങോട്ട് അടഞ്ഞു വരുന്നില്ല. ഇങ്ങനെ വെക്കാം, എന്തായാലും ആവി വെളിയിൽ പോകത്തില്ലല്ലോ. പുട്ട് വേകുന്ന സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുവാണ്. ഒത്തിരി ദിവസമായി വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. കാല് വയ്യാത്തതുകൊണ്ട്
വീടൊന്നും ക്ലീനാക്കാൻ പറ്റിയില്ല. അതുപോലെ ഓണത്തിന് കാല് വയ്യാതിരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് മൊത്തം അഴുക്കാണ്. ഇഷ്ടം പോലെ അഴുക്കുണ്ടായിരുന്നു. ഇവിടെ ഒരു കൊച്ചുണ്ട്, കൊച്ചിനോട് ഞാൻ പറഞ്ഞാൽ കൊച്ചൊരു വക കഴിക്കില്ല. കൊച്ചിന് കുറേ അടുക്കളയിലെ ജോലി ഏൽപ്പിച്ചാൽ മതി, കൊച്ചങ്ങ് ചെയ്തോളും. ഇപ്പം ഇതെല്ലാം തൂത്ത് വാരി ഇട്ട് ഇനി ഇവർക്ക് പുട്ട് വെന്തിട്ടുണ്ട്, പുട്ടും കൂടെ കൊടുക്കണം. എൻ്റെ ഗുളികയായി കിടക്കുന്നത്. പുട്ട് നമുക്ക് തുറന്ന് നോക്കാം. പുട്ട് വെന്തിട്ടുണ്ട്, നല്ലൊരു മണമുണ്ട് കേട്ടോ, വാഴയിലയുടെ മണമുണ്ട്. നമുക്ക് നീ ഇത് പാത്രത്തിലേക്ക് എടുക്കാം. ആ വാഴയിലയുടെ നല്ലൊരു മണം, ഇലയപ്പത്തിൻ്റെ ഒരു മണം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കകത്ത് പഴം എടുക്കാൻ പോയിട്ടുണ്ട്, പഴം കൊണ്ട് വരട്ടെ. അപ്പം പുട്ടും പഴവും കൂടെ കാണിക്കാം. അങ്ങനെ നമ്മുടെ പുട്ടും പഴവും റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര വേണ്ടവർ ചേർത്ത് കഴിക്കാം. ഇവർക്ക് പഞ്ചസാരയും കൂടെ വേണം പഴത്തിൻ്റെ ഒപ്പം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് കമൻറ്റ് ഇടണേ. അതിൻ്റെ ഇടയ്ക്ക് കാത്തു ഇടയ്ക്ക് കയറിയപ്പം വെട്ടം പോയി. ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്.